വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. കുട്ടികളുടെ വിദ്യാഭ്യാസ, ശാസ്ത്ര, കലാകായിക, വിജ്ഞാന, വിനോദ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ബാലവേദി വാഴാനിയിൽ വെച്ച് നടത്തുന്ന വിനോദ വിജ്ഞാന സർഗോത്സവത്തിന്റെ മുന്നോടിയായുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ, ശാസ്ത്ര, കലാകായിക, വിജ്ഞാന, വിനോദ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ് ബാലവേദി. ബാലവേദി വടക്കാഞ്ചേരി മണ്ഡലം വിനോദ വിജ്ഞാന സർഗോത്സവം വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെച്ച് മെയ് 26 ഞായറാഴ്ച കാലത്ത് 10 മണി മുതൽ 4 മണി വരെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘാടക സമിതി യോഗം ചേർന്നത്. മണ്ഡലത്തിലെ വിവിധ ബാലവേദി യൂണിറ്റുകളിൽ നിന്നായി 150ഓളം കുട്ടികൾ സർഗോത്സവത്തിൽ ഒത്തുചേരും. വാഴാനിയിൽ മുതിർന്ന CPI നേതാവ് KA ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കുട്ടികളെ പല രീതിയിൽ സാമൂഹ്യ വിരുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിബോധം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം, കുട്ടികളിൽ ജാതിബോധം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഓരോ ജാതി സംഘടനകളും മതസംഘടനകളും അവരുടെ ഉള്ളിൽ ഇത്തരം വർഗീയ വിഭാഗീയ ചിന്തകൾ വളർത്തുന്ന പ്രവർത്തനങ്ങൾ മതേതര ജീവിതക്രമത്തിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം. അതുപോലെ തന്നെയാണ് വലിയ തോതിൽ മദ്യമയക്കുമരുന്ന് മാഫിയ നമ്മുടെ സമൂഹത്തിൽ ഇരിക്കുകയാണ്. സ്കൂളുകളുടെ ചുറ്റും മയക്കുമരുന്ന് മാഫിയകളുടെ വലിയ കണ്ണുകളിൽ നിന്ന് പതിഞ്ഞിരുന്നു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി AR ചന്ദ്രൻ, സെക്രട്ടേറിയറ്റ് മെമ്പർ MU കബീർ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഷീല മോഹൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ KP തോമസ്, VK സനൽകുമാർ എന്നിവർ സംസാരിച്ചു. 101 അംഗ സംഘാടക സമിതിയുടെ ഭാരവാഹികളായി രക്ഷാധികാരിയായി KA ചന്ദ്രൻ, PN ഹരിദാസൻ ചെയർമാനായും EN ശശി കൺവീനറായും നിശാന്ത് മച്ചാട് ട്രഷററായും തെരഞ്ഞെടുത്തു. CPI തെക്കുംകര ലോക്കൽ സെക്രട്ടറി PN ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗം CO വർഗീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ് വാഴാനി.